ചെറിയ ജീവിതമാണ്. വലിയ സ്വപ്നങ്ങൾ കാണരുതെന്ന് പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ ചെറിയ ജീവിതത്തിനും വലിയ സ്വപ്നങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ചൊരു ബാലനുണ്ട്. നമ്മളിൽ സ്വപ്നം കാണാത്തവർ ഉണ്ടാവില്ല, പക്ഷേ ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയവർ വളരെ കുറവാണ്. നിനക്ക് ആരാവണമെന്ന ടീച്ചറിന്റെ ചോദ്യത്തിന് എനിക്ക് വലിയ ഫുട്ബോൾ പ്ലെയർ ആവണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം. ചിലപ്പോൾ നിഷ്കളങ്കമായ ആ ബാലന്റെ ചിരിയിലൂടെ വന്ന ഉത്തരവും അത് പറയുമ്പോൾ അവന്റെ കണ്ണിലെ തിളക്കവും ആ അധ്യാപികയിൽ അവനുള്ള വിശ്വാസം ഉയർത്തിയിട്ടുണ്ടാകാം. 1975 മെയ് 2 ഇംഗ്ലണ്ടിലെ ലയൺസ്റ്റൗണിലാണ് അവൻ ജനിച്ചത്. ടെന്റിന്റെയും സാന്ദ്രയുടെയും മകനായി പിറവിക്കൊണ്ടവൻ ഇംഗ്ലണ്ട് ചരിത്രത്തിലെ തന്നെ രാജകുമാരനാകുമെന്നവർ അറിഞ്ഞിട്ടുണ്ടാകുമോ? മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോടൊരു പ്രത്യേക താല്പര്യമായിരുന്നു ഡേവിഡിന്റെ അച്ഛനും അമ്മയ്ക്കും. തന്റെ മകൻ അതിൽ പന്ത് തട്ടണമെന്നും അവൻ അതിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കണമെന്നും അവർ ആഗ്രഹിച്ചിരുന്നു. 1992 17 വയസ്സുള്ളപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലൂടെയാണ് ബെക്കാം പ്രൊഫഷണൽ ഫുട്ബോൾ ജീവിതം ആരംഭിക്കുന്നത്. ഇദ്ദേഹം ടീമിന്റെ ഭാഗമായിരുന്ന കാലഘട്ടത്തിൽ യുണൈറ്റഡ് പ്രീമിയർ ലീഗ് 6 തവണയും FA കപ്പ് 2 തവണയും യുവേഫ ചാമ്പ്യൻ ലീഗ് 1 തവണയും നേടിയെടുത്തു. തന്റെ അച്ഛനും അമ്മയും ആരാധിച്ചിരുന്നൊരു ക്ലബ്ബിൽ കളിക്കുക, അതിൽ സ്വപ്നതുല്യമായ നേട്ടങ്ങൾ കൈവരിക്കുക, അത് തന്റെ മാതാപിതാക്കൾക്കായി സമർപ്പിക്കുക. ഒരു മകന് തന്റെ മാതാപിതാക്കൾക്കായി ഇതിലും വലിയ സമ്മാനം നൽകാൻ കഴിയുമോ? ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രശംസകൾ തേടിയെത്തി. പക്ഷേ ആ പ്രശംസകൾക്ക് 1998 ഇംഗ്ലണ്ട് അർജന്റീന വേൾഡ് കപ്പ് വരെ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ആ വേൾഡ് കപ്പിൽ 47-ാം മിനിറ്റിൽ സിമോണിയെ ഫൗൾ ചെയ്തെന്ന് പറഞ്ഞു കിട്ടിയ റെഡ് കാർഡ് ഇംഗ്ലണ്ടിനായി അദ്ദേഹം നൽകാൻ വെച്ച സംഭാവനകളുടെ തീരാനഷ്ടമായി കണക്കാക്കുന്നു. അല്ലെങ്കിൽ 52-ാം മിനിറ്റിലും 80-ാം മിനിറ്റിലും ഇംഗ്ലണ്ടിന് അനുകൂലമായി കിട്ടിയ ഫ്രീ കിക്ക് മഴവിലഴകോടെ പല കുലുക്കുമായിരുന്നേക്കാം. പെനാൽറ്റി ഷൂട്ടൌട്ട് വരെ പോയ ആ മത്സരത്തിൽ ഇംഗ്ലണ്ടിന് പരാജയം സംബന്ധിച്ച് മടങ്ങേണ്ടി വന്നു. തോളിലേറ്റ രാജാവിനെ കൈവിടുന്ന നിമിഷമായിരുന്നു അത്. ഒരുപാട് വിമർശനങ്ങൾ ഈ കാലയളവിൽ അദ്ദേഹം നേരിട്ടു. പ്രശംസയോടൊപ്പം വിമർശനങ്ങളും നേരിടാൻ പഠിക്കുകയായിരുന്നു അദ്ദേഹം. 2001 ഒക്ടോബർ 6 ഇംഗ്ലണ്ട് ഗ്രീസ് മത്സരം. 90 മിനിറ്റുകൾ പിന്നിട്ടപ്പോഴും ഗ്രീസ് തന്നെ മുന്നിൽ. സ്കോർ 2-1. കളി അവസാനിക്കാൻ ഇനി 4 മിനിറ്റുകൾ. ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 92-ാം മിനിറ്റിൽ വീണ്ടും ഒരു പരീക്ഷണം ബെക്കാമിന് തേടി വന്നു. അത് ഇംഗ്ലണ്ടിന് അനുകൂലമായ ഫ്രീ കിക്ക്. കാണികളിൽ പ്രതീക്ഷ വളരെ കുറവാണ്. ആ രാജാവിലുള്ള വിശ്വാസം 1998 വിമർശനങ്ങൾക്ക് കൊടുക്കാനുള്ള മറുപടി കൂടിയാണ് ആ ഫ്രീ കിക്ക്. 92-ാം മിനിറ്റിൽ ബെക്കാം എടുത്ത ഫ്രീ കിക്ക് വലത്തുളച്ച് കയറുന്നു. ബെന്യാമിൻ പറഞ്ഞു വെക്കുന്ന ഒരു വാക്കുണ്ട്: വെള്ളമൊഴിച്ച് വളർത്തിയ ഒരു ചെടിയും ഇന്നേ വരെ വൻവൃക്ഷമായി തീർന്നിട്ടില്ല. സ്വന്തം വേരുകൾ കൊണ്ട് വെള്ളം തേടി പോകാൻ മെനക്കെട്ടിട്ടുള്ള ചെടികളാണ് ഇന്നത്തെ എല്ലാ വടവൃക്ഷങ്ങളും. വടവൃക്ഷം പോലെ പന്തലിച്ച് നിൽക്കുന്ന ബെക്കാമിന്റെ മുന്നിൽ ഫുട്ബോൾ പോലും ചെറുതായി പോകുന്ന നിമിഷം. അതെ, ആ കുഞ്ഞു ബാലൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രശംസകളും വിമർശനങ്ങളും കൊണ്ട് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. പ്രശംസയും വിമർശനങ്ങളും സ്വീകരിക്കുക. കാരണം ഒരു ചെടി വളരാൻ വെയിലും മഴയും ആവശ്യമാണ്, അല്ല അത്യാവശ്യമാണ്.